അഭിപ്രായങ്ങളൊക്കെ തന്നെ. എന്തായാലും ഈ ചായക്കടയ്ക്ക് അകത്ത് കയറി നോക്കാം, ചായക്കടയിൽ അകത്തുള്ളവർക്ക് എന്താണ് പറയുന്നതെന്ന്. കാരണം എപ്പോഴും ഈ ചർച്ചകളൊക്കെയും ഇവിടെ കുറച്ചൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുണ്ട്. ചേട്ടാ, ചായക്കടയിലെ മുതലാളിയാണ് അല്ലേ ചേട്ടാ? എങ്ങനെ ചേട്ടൻ സംസാരിക്കാനായി ഒരു വിമുഖതയുണ്ട്. ചേട്ടാ, ഇവിടുത്തെ വോട്ടറാണോ? ഒരു തെരഞ്ഞെടുപ്പല്ലേ, ഇവിടുത്തെ ഒരു ഉണ്ട് ആവേശമുണ്ട്. ഞാൻ LDFിൻ്റെ ആളാണ്. LDFിന് വേണ്ടി മാത്രമേ ചെയ്യൂ. കാരണം എനിക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ച് തന്നത് പുള്ളിയാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. എനിക്ക് അന്നം തന്ന കയ്യാണ്, വേറെ ആർക്കും കൊടുക്കില്ല. എങ്ങനെയാ ചേട്ടാ ഇലക്ഷൻ? ഇലക്ഷൻ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം, അല്ലാതെ ആരും കൊണ്ട് തരൂല. ഇവിടെ 10 വർഷമായില്ലേ, എന്തൊരു മാറ്റം വന്ന്, എന്തോന്ന് കൊണ്ടുവന്നു ഇവിടെ? ഈ എന്തെങ്കിലും ആർക്കെങ്കിലും ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവന്ന ഇവിടെ? ഒന്നും കൊണ്ടുവന്നില്ല. അവരവർക്ക് ജീവിക്കാനുള്ള വഴി അവരവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത്ര തന്നെ. വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യും, അത് നമ്മുടെ സംവിധാനമല്ല, അത് നമ്മൾ ചെയ്യും. എന്നാലും എല്ലാവരോടും ഒരു വിയോജിപ്പുണ്ട്. വിയോജിപ്പ് വരും. എങ്ങനെയാ ചേട്ടാ? വോട്ടറാണ്, വട്ടിയൂർക്കാവ് വാർഡിലെ വോട്ടറാണ്. എങ്കിലും കുഴപ്പമില്ലാത്ത കാര്യം ചില കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം 10 വർഷം കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ, ഒരു കോൺട്രാക്ടർ വർക്കർ ചെയ്യുകയാണ്. നമുക്ക് വർക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മളെ മക്കളും കുട്ടികളും ഭാര്യയൊക്കെ കണ്ട് നമ്മുടെ പാർട്ടിയുടെ രീതിയിൽ നടന്നു പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ആര് നടത്തും? പാർട്ടിക്കാർ കൊണ്ടൊന്നും നടത്തുമോ? അല്ലെങ്കിൽ സർക്കാർ കൊണ്ടൊന്നും നടത്തുമോ? ഇല്ലല്ലോ. ഞങ്ങൾ ജോലി ചെയ്യുന്നു, ഞങ്ങൾ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ആനുകൂല്യങ്ങളോ കാർഷിക രീതിയിൽ ഒരു ആനുകൂല്യങ്ങളോ മാടുകളോ പശുക്കളൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക്. അങ്ങനെയുള്ളതൊന്നും ഇത്രയും 10-30 വർഷം കൊണ്ട് നമുക്കൊരു ഇത് കിട്ടില്ല. നമ്മൾ അന്നാ ജോലി ചെയ്യുന്നു, അന്നാ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിൽ മാറ്റവും ഇല്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും അവരുടെ കുടുംബങ്ങളും ഹാപ്പി ആവുന്നു. ഞങ്ങൾ ജോലിക്ക് പോകുന്നത് എന്തിനാണ്? നമ്മുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത്. അവർ പാർട്ടി പ്രവർത്തിക്കുന്നത് എല്ലാവരും അവരവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ് പോകുന്നത്, അല്ലാതെ എന്തോന്നിന്. അല്ലെങ്കിൽ എല്ലാ പാർട്ടിയും ഒരു പാർട്ടി മതിയല്ലോ, 3 പാർട്ടിയോ 4 പാർട്ടിയോ വോട്ട് ചെയ്യും. പ്രതിഷേധം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദാരിദ്ര്യത്തിൻ്റെ പുറത്ത് ദാരിദ്ര്യം കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുമാതിരിപ്പെട്ട ഒരു കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. തീർച്ചയായും എല്ലാവർക്കും വലിയ രീതിയിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എന്നാലും വോട്ട് ചെയ്യും എല്ലാവരും. ജനാധിപത്യം അതിനെല്ലാവരും മാനിക്കുന്നുണ്ട്. ഇങ്ങനെ ഉഷാറില്ല. വട്ടിയൂർക്കാവ് വികസനം വന്നത് പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ ഇടിച്ചു വാരിയിട്ടിരിക്കുന്നവർക്ക് എല്ലാ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. ഈ വട്ടിയൂർക്കാവ് ഇടിച്ചു വാരിയിട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പൈസ കൊടുക്കാതെ ആരും ഒഴിഞ്ഞു മാറിയില്ലല്ലോ. അതുകൊണ്ട് പ്രശാന്ത് ഇവിടെ ജയിക്കും. ഉഷാറാണ്, എങ്ങനെ പോകും? നല്ല അടിപൊളിയാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകും അതോ MLA തന്നെ? ഭരണമാറ്റം വരും. ആരും വരുമെന്ന്? UDF വരും. തീർച്ചയായും ഈ ചായക്കടകൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ചർച്ചകൾ ഒക്കെ തന്നെയും വലിയ രീതിയിൽ ചൂട് പിടിക്കുകയാണ്. കാരണം ആ രീതിയിൽ ഭരണമാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, MLA തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇടത് വലത് മുന്നണികൾ മാറി പുതിയൊരു മുഖം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനായിട്ടുള്ളത്, വോട്ടെടുപ്പിനായിട്ടുള്ളത്. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരെത്തി, എന്നാലും പോളിംഗ് ബൂത്തിൽ വോട്ടർമാരെത്തി അവരുടെ ജനവിധി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം മെയ് 4 എന്താകും ഇവിടുത്തെ വട്ടിയൂർക്കാവിലെ വോട്ടർമാർ എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് അന്ന് അറിയാനാകും. ക്യാമറമാൻ ജോസിനൊപ്പം അൻഫിൽ ഡിസൂസ.